ലോകത്തിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ പൂച്ചവർഗമാണ് ആഫ്രിക്കൻ സവാനകളിലെ രാജാക്കന്മാരായ സിംഹങ്ങൾ. ഇവ ജനിക്കുന്ന സമയത്തിൽ ആകെ ഏകദേശം 1.5 കിലോഗ്രാം ഭാരം മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ. ആദ്യത്തെ 1 മുതൽ 3 ആഴ്ചകളോളം സമയം വരെ ഇവ കണ്ണു തുറക്കുക പോലുമില്ല. ആദ്യത്തെ ചില മാസങ്ങൾ ഇവയ്ക്ക് വളരെ അപകടം നിറഞ്ഞ കാലമാണ്. വലിയ പക്ഷികൾ ഉൾപ്പെടെയുള്ള ഒരുപാട് പ്രെഡേറ്ററുകൾ ഇവയെ എപ്പോഴും ആക്രമിക്കാൻ ശ്രമിക്കും. കുട്ടികളെ ചെടികൾക്കിടയിൽ ഒളിപ്പിച്ച് വെച്ചിട്ടാണ് പലപ്പോഴും അമ്മ സിംഹങ്ങൾ വേട്ടയാടാൻ പോകുന്നത്. അങ്ങനെ അമ്മ സിംഹങ്ങൾ പരമാവധി സംരക്ഷണം നൽകും. ഏകദേശം 1 മാസം പ്രായമാകുമ്പോഴേക്കും അവ ഓടാൻ പഠിക്കും. 3 മാസങ്ങളാകുമ്പോൾ മുതൽ വേട്ടയാടാനുള്ള പരിശീലനം തുടങ്ങും. എങ്കിലും ഏകദേശം 2 മുതൽ 3 വർഷത്തോളം സമയമാകുമ്പോഴാണ് സിംഹങ്ങൾ പൂർണ്ണ വളർച്ച എത്തുന്നതും വേട്ടയാടുന്നതിൽ വിദഗ്ധരാകുന്നതും. ഈ കാലമത്രയും സിംഹങ്ങളുടെ പ്രൈഡിലെ, അതായത് കൂട്ടത്തിലെ ഒരു അംഗമായിട്ട് തന്നെ ഈ കുട്ടികളെയും കരുതും. പക്ഷേ നിർഭാഗ്യവശാൽ പൂർണ്ണ വളർച്ച എത്തുന്നതിന് മുൻപ് തന്നെ, അതായത് മിക്കവാറും 2 വയസ്സാകുന്നതിന് മുൻപ് 80% ആൺസിംഹങ്ങളും മരണപ്പെടും. മുറിവുകൾ, രോഗങ്ങൾ, ആഹാരത്തിന്റെ ലഭ്യതക്കുറവ്, പ്രെഡേറ്ററുകൾ, അങ്ങനെ സിംഹക്കുട്ടികൾ നേരിടേണ്ടി വരുന്ന പല പ്രതിസന്ധികളും ഉണ്ടായിരിക്കും. എന്നാൽ ഈ പ്രതിസന്ധികളെയെല്ലാം തരണം ചെയ്തു വന്നാലും പൂർണ്ണ വളർച്ച എത്തുമ്പോഴേക്കും ആൺസിംഹങ്ങൾ പ്രൈഡിൽ നിന്നും പുറത്താക്കപ്പെടും. അതുമാത്രമല്ല, കൂട്ടത്തിൽ വയസ്സായ സിംഹങ്ങൾ ഉണ്ടെങ്കിൽ അവരെയും പ്രൈഡിൽ നിന്നും പുറത്താക്കും. ഇങ്ങനെ പ്രൈഡിൽ നിന്നും പുറത്താക്കപ്പെടുന്ന സിംഹങ്ങളുടെ അവസ്ഥ ശരിക്കും ദയനീയമാണ്. എന്തുകൊണ്ടാണ് അവ പുറത്താക്കപ്പെടുന്നതെന്നും അങ്ങനെ പുറത്തു പോകുന്ന സിംഹങ്ങൾക്ക് എന്ത് സംഭവിക്കുമെന്നും നമുക്ക് നോക്കാം. സിംഹങ്ങൾ സോഷ്യൽ ആനിമൽസ് ആണ്. സ്വന്തം ഇനത്തിലെ മറ്റംഗങ്ങളുമായി വളരെയധികം ഇടപഴകുന്ന മൃഗങ്ങളാണ് സോഷ്യൽ ആനിമൽസ്. ഇങ്ങനെ ഇടപഴകുന്നത് സോഷ്യൽ ആനിമൽസിന്റെ അതിജീവനത്തിന് വളരെ പ്രധാനപ്പെട്ടതാണ്. അതിനാൽ തന്നെ അവ എപ്പോഴും ഒരു കൂട്ടമായി മാത്രമേ ജീവിക്കുകയുള്ളൂ. പ്രൈഡ് എന്നാണ് ഒരു കൂട്ടം സിംഹങ്ങളെ പറയുന്നത്. സാധാരണ ഒരു പ്രൈഡിൽ ധാരാളം പെൺസിംഹങ്ങളും കുട്ടികളും ഉണ്ടായിരിക്കും. പക്ഷേ ആൺസിംഹങ്ങൾ ആകെ 1 മുതൽ 3 പേര് മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ. എന്തായാലും ഇങ്ങനെ കൂട്ടമായി ജീവിക്കണമെങ്കിൽ അവർക്കിടയിൽ അതിനുവേണ്ടി ചില നിയമങ്ങളും ആചാരങ്ങളും ഒക്കെയുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു ആചാരമാണ് കൂട്ടത്തിലുള്ളവരെ പുറത്താക്കുന്നത്. അതിൽ ആൺസിംഹങ്ങളെ മാത്രമേ എപ്പോഴും പുറത്താക്കുകയുള്ളൂ. മുഖ്യമായി പ്രായം കുറഞ്ഞ ചെറിയ സിംഹങ്ങളെയും വയസ്സായ സിംഹങ്ങളെയുമാണ് പുറത്താക്കുന്നത്. ഒരു ആൺസിംഹം ജനിച്ച് വേട്ടയാടാൻ പഠിച്ച് തന്റെ കൂട്ടത്തിനു വേണ്ടി ഒരുപാട് ഇരകളെ വേട്ടയാടി കൂട്ടവുമായിട്ട് ഒരുപാട് ഇടപഴകി തന്റെ കൂട്ടമാണ് മുഴുവൻ ലോകമെന്നും കരുതിയിരിക്കുന്ന സമയത്തിൽ പെട്ടെന്നൊരു ദിവസം അത് പുറത്താക്കപ്പെടുന്നുവെന്നത് കേൾക്കുന്ന നമുക്ക് തന്നെ വിഷമകരമായിട്ട് തോന്നിയേക്കാം. അതുപോലെ തന്നെ വയസ്സായ സിംഹങ്ങളും തന്റെ ജീവൻ പോലും പണയം വെച്ച് വർഷങ്ങളായിട്ട് സ്വന്തം കൂട്ടത്തിനെ മറ്റു പ്രഡേറ്റേഴ്സിൽ നിന്നും സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നതായിരിക്കും. പക്ഷേ പ്രായത്തിനെ ബഹുമാനിക്കുക എന്ന വ്യവസ്ഥിതിയൊന്നും മൃഗങ്ങൾക്കിടയിൽ ഉണ്ടായിരിക്കില്ല. അതുകൊണ്ട് വയസ്സാകുമ്പോൾ ചവറ് വലിച്ചെറിയുന്നത് പോലെ അതിന്റെ കൂട്ടം അതിനെ പുറന്തള്ളും. അതും കേൾക്കുമ്പോൾ വിഷമകരം തന്നെയാണ്. കാരണം വയസ്സാകുമ്പോഴാണ് കൂട്ടത്തിന്റെ ആവശ്യം കൂടുന്നത്. പക്ഷേ വയസ്സാകുന്നതാണ് സിംഹങ്ങളുടെ ഏറ്റവും വലിയ പ്രശ്നം തന്നെ. ഒരു കുട്ടി സിംഹം ഏകദേശം 2 മുതൽ 3 വർഷങ്ങളാകുമ്പോൾ പൂർണ്ണ വളർച്ചയെത്തിയ വലിയ സിംഹമായി മാറും. അപ്പോഴാണ് അതിനെ കൂട്ടത്തിൽ നിന്നും പുറത്താക്കുന്നത്. പക്ഷേ ആൺസിംഹങ്ങളെ മാത്രമേ ഇങ്ങനെ പുറത്താക്കുകയുള്ളൂ. അത് കേൾക്കുമ്പോൾ കുറച്ച് വിചിത്രമായി തോന്നിയേക്കാം. കാരണം കൂട്ടത്തിനെ സംരക്ഷിക്കാൻ വേണ്ടി യൗവനത്തിലുള്ള ആൺസിംഹങ്ങൾ കൂട്ടത്തിൽ ഉണ്ടായിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. എന്നിരുന്നാലും ഈ സിംഹങ്ങൾ അധികകാലം കൂട്ടത്തിൽ ഉണ്ടായിരുന്നാൽ കൂട്ടത്തിലെ തലവനെ അവർ വെല്ലുവിളിക്കും. തലവൻ അപ്പോഴേക്കും വയസ്സായിട്ടുണ്ടാകും. അതുകൊണ്ട് തന്നെ തലവൻ തോൽക്കാനാണ് സാധ്യത. അങ്ങനെ തോറ്റുകഴിഞ്ഞാൽ പിന്നെ ആ പഴയ തലവനെ പുറത്താക്കും. അങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയാണ് 2 വയസ്സാകുമ്പോൾ തന്നെ ആൺകുട്ടികളെ കൂട്ടത്തിൽ നിന്നും പുറത്താക്കുന്നത്. ആ കുട്ടികളുടെ അമ്മ സിംഹങ്ങൾ അതിനെതിരെ ഒന്നും ചെയ്യാറില്ല. കാരണം നേരത്തെ പറഞ്ഞതുപോലെ ഇതൊരാചാരമായിട്ടാണ് സിംഹങ്ങൾ പരിഗണിക്കുന്നത്. അതുമാത്രമല്ല, ആൺസിംഹങ്ങളെ എതിർത്ത് പെൺസിംഹങ്ങൾക്കൊന്നും ചെയ്യാനുമാകില്ല. ചില സമയങ്ങളിൽ അമ്മ സിംഹങ്ങളും പുറത്താക്കപ്പെടുന്ന ആൺസിംഹങ്ങളുടെ കൂടെ പോകും. പക്ഷേ പെൺസിംഹങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും തിരികെ വന്ന് കൂട്ടത്തിൽ ചേരാം. എന്നാൽ പുറത്തു പോകുന്ന ഒരു ആൺസിംഹത്തിന് ഒരു കാരണവശാലും തിരികെ വരാനുള്ള അനുമതിയില്ല. അപ്പോൾ പിന്നെ അവരെന്തു ചെയ്യും? പുറത്താക്കപ്പെടുന്ന പ്രായം കുറഞ്ഞ ആൺസിംഹങ്ങൾ ഒന്നുകിൽ പുതിയൊരു ടെറിട്ടറി കണ്ടുപിടിക്കണം, അല്ലെങ്കിൽ മറ്റൊരു പ്രൈഡിൽ ജോയിൻ ചെയ്യണം. പക്ഷേ ഉള്ള ടെറിട്ടറികളെയെല്ലാം നേരത്തെ തന്നെ മറ്റു പ്രൈഡുകൾ കയ്യേറിയിട്ടുണ്ടാകും. അപ്പോൾ പിന്നെ മറ്റൊരു പ്രൈഡിനെ കണ്ടെത്തുക എന്നതല്ലാതെ ഈ സിംഹങ്ങൾക്ക് വേറെ നിവൃത്തിയുണ്ടായിരിക്കില്ല.
അങ്ങനെ മറ്റൊരു പ്രൈഡിനെ കണ്ടെത്തുന്നതുവരെ അവർ സവാനകളിലൂടെ അലഞ്ഞു നടക്കും. പക്ഷേ മറ്റൊരു പ്രൈഡിനെ കണ്ടെത്തിയാലും ആ പ്രൈഡിൽ വെറുതെ ചെന്നങ്ങ് കയറാനാകില്ല. അതിനാദ്യം ആ പ്രൈഡിന്റെ തലവനെ തോൽപ്പിക്കേണ്ടതുണ്ട്. മിക്കവാറും ഒന്നിലധികം തലവന്മാരുണ്ടായിരിക്കും. അപ്പോൾ പിന്നെ ഒറ്റയ്ക്ക് ചെന്ന് അവരെയെല്ലാം തോൽപ്പിക്കുക എന്നത് ഏകദേശം അസാധ്യമായ കാര്യമാണ്. എന്നാൽ ചിലപ്പോൾ സഹോദരങ്ങളെയും ചേർത്ത് ഒന്നിലധികം പ്രായം കുറഞ്ഞ ആൺസിംഹങ്ങളെ പ്രൈഡിൽ നിന്നും പുറത്താക്കും. സിംഹങ്ങൾ സോഷ്യൽ അനിമൽസ് ആയതുകൊണ്ട് ഈ സഹോദരങ്ങളെല്ലാം ഒരുമിച്ച് നിൽക്കും. എന്നിട്ട് അവരെല്ലാം ചേർന്ന് പുതിയൊരു കൂട്ടായ്മ രൂപീകരിക്കും. കയോലിഷൻ എന്നാണ് ഇത്തരം സിംഹ കൂട്ടായ്മകളെ പറയുന്നത്. പക്ഷേ കയോലിഷൻ ഉണ്ടാകുന്നത് സഹോദരങ്ങൾ തമ്മിൽ മാത്രമായിരിക്കില്ല. പ്രൈഡിൽ നിന്നും പുറത്താക്കപ്പെട്ട ഒരു സിംഹം അലഞ്ഞു നടക്കുന്ന സമയത്തിൽ മറ്റു പ്രൈഡുകളിൽ നിന്നും പുറത്താക്കപ്പെട്ട വേറെയും സിംഹങ്ങളെയും അത് കണ്ടുമുട്ടാനുള്ള സാധ്യതയുണ്ട്. അത് ചിലപ്പോൾ യങ് സിംഹങ്ങളോ വയസ്സായ സിംഹങ്ങളോ ആയിരിക്കാം. അങ്ങനെ കണ്ടുമുട്ടുന്ന സിംഹങ്ങളും ഒരു കോയലിഷൻ രൂപീകരിക്കും. ശേഷം ഇവ ഒരുമിച്ച് ചെന്ന് മറ്റൊരു പ്രൈഡിലുള്ള തലവനെ അല്ലെങ്കിൽ തലവന്മാരെ ആക്രമിച്ച് തുരത്തി ഓടിക്കും. അങ്ങനെ ആ പ്രൈഡിന്റെ തലവന്മാരാകും. എന്തായാലും ഒരു പ്രൈഡിൽ വന്നു കയറുന്ന പുതിയ തലവൻ അല്ലെങ്കിൽ തലവന്മാർ ആദ്യമേ തന്നെ പ്രൈഡിലുള്ള കുട്ടികളെയെല്ലാം കൊന്നുകളയും, പ്രത്യേകിച്ച് ആൺകുട്ടികളെ. പ്രൈഡിലുള്ള പെൺസിംഹങ്ങൾ ഈ പുതിയ തലവനെ എതിർക്കുകയില്ലെന്ന് മാത്രമല്ല, പഴയ തലവനെ പിന്നെ പ്രൈഡിലേക്ക് വരാൻ അനുവദിക്കുകയുമില്ല. പുതിയ തലവനോട് തങ്ങളുടെ ലോയൽറ്റി വെളിപ്പെടുത്താനാണ് പെൺസിംഹങ്ങൾ ഇങ്ങനെ ആയിരിക്കുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം പ്രൈഡിന്റെ സുരക്ഷിതത്വമാണ് ഏറ്റവും പ്രധാനം. അതുമാത്രമല്ല, പുതിയ തലവനെ എതിർക്കുന്ന പെൺസിംഹങ്ങളെ പ്രൈഡിൽ നിന്നും പുറത്താക്കും. അങ്ങനെ പുറത്താക്കപ്പെട്ടു കഴിഞ്ഞാൽ സവാനയിൽ ഒറ്റയ്ക്ക് ജീവിക്കുക എന്നത് പെൺസിംഹങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രയാസമുള്ള കാര്യമാണ്. ആൺസിംഹങ്ങൾക്ക് പോലും അത് വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ പിന്നെ പെൺസിംഹങ്ങളുടെ കാര്യം പറയേണ്ടതില്ല. അതുകൊണ്ടാണ് അവർ തലവന്മാരായ ആൺസിംഹങ്ങളെ എപ്പോഴും അനുസരിക്കുന്നത്. ഇതിപ്പോൾ പുറത്താക്കപ്പെടുന്ന പ്രായം കുറഞ്ഞ സിംഹങ്ങളുടെ കാര്യമാണ്. എന്നാൽ വയസ്സായ സിംഹങ്ങളുടെ അവസ്ഥ വളരെ ദയനീയമായിരിക്കും. ആൺസിംഹങ്ങൾ വയസ്സാകുമ്പോൾ അതിനെ തോൽപ്പിച്ച് പ്രൈഡിന്റെ അധികാരിയാകാൻ പുറത്തുനിന്നും സിംഹങ്ങൾ വരും. അത് ചിലപ്പോൾ ചെറുപ്പവും ആരോഗ്യവാനുമായ ഒരു സിംഹമായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു കൂട്ടം സിംഹങ്ങളുമായിരിക്കാം. എങ്ങനെയായിരുന്നാലും ഒരു പ്രൈഡിലെ വയസ്സൻ സിംഹത്തലവനെ പുറത്തുനിന്നും വരുന്ന സിംഹങ്ങൾ ആക്രമിച്ചോടിക്കും. ഇങ്ങനെയാണ് വയസ്സൻ സിംഹങ്ങൾ പ്രൈഡുകളിൽ നിന്നും പുറത്താകുന്നത്. വയസ്സായതിനാൽ മറ്റൊരു പ്രൈഡിലെ തലവനെ ചെന്ന് ആക്രമിക്കാനുള്ള ശക്തിയും ചിലപ്പോൾ ഉണ്ടായിരിക്കില്ല. അത് മാത്രമല്ല, നേരത്തെ ഉണ്ടായ ആക്രമണത്തിൽ കാര്യമായ മുറിവുകളും സംഭവിച്ചിട്ടുണ്ടാകും. പ്രായം കുറഞ്ഞ സിംഹങ്ങളാണെങ്കിൽ പോലും ചിലപ്പോൾ ഈ മുറിവുകൾ കാരണം ദിവസങ്ങൾക്കുള്ളിൽ തന്നെ മരണപ്പെട്ടേക്കാം. അപ്പോൾ പിന്നെ വയസ്സൻ സിംഹങ്ങളുടെ കാര്യം പ്രത്യേകിച്ച് പറയേണ്ടതില്ല. ഇനി മരണപ്പെട്ടില്ലെങ്കിലും പല ആഴ്ചകളോളം സമയത്തേക്ക് വേട്ടയാടാൻ കഴിയില്ല. ആ സമയത്തിൽ ആഹാരം കണ്ടെത്തുക എന്നത് ഇവയ്ക്ക് വളരെ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും. സ്വന്തമായി വേട്ടയാടുന്നതിന് പകരം മറ്റ് ജീവികൾ വേട്ടയാടി പിടിക്കുന്ന ഇരകളെ മോഷ്ടിക്കാനും കഴിയില്ല. കാരണം മറ്റ് ജീവികൾ എന്ന് പറയുമ്പോൾ അത് മിക്കവാറും ഹയനകളായിരിക്കും. ഹയനകൾ ഇങ്ങനെയുള്ള സിംഹങ്ങളെ കണ്ടാൽ ഒരിക്കലും വെറുതെ വിടില്ല. അതുകൊണ്ട് ചെറിയ ചെറിയ ഇരകളെ പിടികൂടുകയാണ് ഇത്തരം വയസ്സൻ സിംഹങ്ങളുടെ ഒരേയൊരു മാർഗം. അതിലേറ്റവും പ്രധാനമായി വാട്ട് ഹോഗ്സ് എന്ന ഒരുതരം പന്നികളെയാണ് കൂടുതലും ഇത്തരം സിംഹങ്ങൾ പിടിക്കാൻ ശ്രമിക്കുന്നത്. കാരണം അവയെ പിടികൂടാൻ താരതമ്യേന എളുപ്പമാണ്. പക്ഷേ അതിന് പോലും 7 മണിക്കൂറുകളോളം സമയം എടുക്കാറുണ്ട്. ഇങ്ങനെ ആഹാരത്തിന്റെ ലഭ്യത കുറവ് കാരണം പുറത്താകുന്ന മിക്കവാറും വയസ്സൻ സിംഹങ്ങളും പിന്നെ അധികകാലം ജീവിക്കില്ല. ഭാഗ്യമുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ ഇങ്ങനെ പുറത്താക്കപ്പെട്ട മറ്റ് സിംഹങ്ങളുമായി ചേർന്ന് പുതിയൊരു കൂട്ടായ്മ രൂപീകരിക്കും. പക്ഷെ അത് വയസ്സൻ സിംഹങ്ങൾ മാത്രമുള്ള കോയലേഷൻ ആണെങ്കിൽ അത് അധിക നാളുകൾ നിലനിൽക്കില്ല. ഇനി ഒരുപക്ഷെ ആരോഗ്യമുള്ള സിംഹങ്ങളാണെങ്കിൽ പോലും പ്രൈഡിൽ നിന്നും പുറത്താക്കപ്പെട്ടാൽ പിന്നെ ഒറ്റയ്ക്ക് വേട്ടയാടി ജീവിക്കുക എന്നത് വളരെ വലിയൊരു വെല്ലുവിളിയായിരിക്കും. എന്തെന്നാൽ കടുവകളെ പോലെ സിംഹങ്ങൾ ഒറ്റയ്ക്ക് വേട്ടയാടുന്ന ജീവികളല്ല. മറിച്ച് സിംഹങ്ങൾ ചെറുപ്പകാലം മുതൽ കൂട്ടമായി ചേർന്ന് ആക്രമിച്ച് ശീലമുള്ള ജീവികളാണ്. അതുമാത്രമല്ല, വേട്ടയാടുന്നത് കൂടുതലും പെൺസിംഹങ്ങളാണ്. മറ്റൊരു കാര്യം, ഒറ്റയ്ക്കാകുന്ന സമയത്തിൽ വലിയ ജീവികളെ ആക്രമിക്കുക എന്നത് ശരിക്കും അപകടം പിടിച്ച ഒരു കാര്യമാണ്. എന്തെന്നാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടായി കഴിഞ്ഞാൽ അതിനെ സംരക്ഷിക്കാൻ പ്രൈഡ് കൂടെ ഉണ്ടായിരിക്കില്ല. അതുകൊണ്ട് തന്നെ പണ്ട് പ്രൈഡിലായിരുന്ന സമയത്തിൽ ഒറ്റയ്ക്ക് ചെന്ന് വേട്ടയാടി പിടിച്ച ജീവികളെ പോലും പ്രൈഡിൽ നിന്നും പുറത്തായി കഴിഞ്ഞാൽ ഇവ ചെന്ന് ആക്രമിക്കില്ല. അതിനാൽ ഒറ്റയ്ക്ക് വേട്ടയാടേണ്ട സാഹചര്യം വരുമ്പോൾ സിംഹങ്ങൾ ശരിക്കും കഷ്ടപ്പെടും. ഇനി ഒരുപക്ഷെ ഈ വയസ്സൻ സിംഹങ്ങൾ വയസ്സായ തലവനുള്ള ഒരു പ്രൈഡിനെ ചെന്ന് ആക്രമിച്ച് കീഴ്പ്പെടുത്തിയാലും ഇതും വയസ്സായ സിംഹമായതിനാൽ ഇതിനെ അധികം വൈകാതെ തന്നെ മറ്റ് പ്രായം കുറഞ്ഞ സിംഹങ്ങൾ വന്ന് ആക്രമിച്ച് കീഴ്പ്പെടുത്തും. അപ്പോൾ വീണ്ടും അത് പ്രൈഡിൽ നിന്നും പുറത്താകും. ചുരുക്കി പറഞ്ഞാൽ, പ്രൈഡിൽ നിന്നും പുറത്താക്കപ്പെട്ടാൽ പ്രായം കുറഞ്ഞ സിംഹങ്ങളാണെങ്കിൽ അതിജീവിക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ വയസ്സൻ സിംഹങ്ങളാണെങ്കിൽ അതിനുള്ള സാധ്യത തീരെ കുറവാണ്.
ആൺസിംഹങ്ങളുടെ കാര്യം അധോഗതിയാണെങ്കിലും പെൺസിംഹങ്ങൾ പൊതുവെ സേഫ് ആണ്. പെൺസിംഹങ്ങളെ സാധാരണ കൂട്ടത്തിൽ നിന്നും പുറത്താക്കാറില്ല. അങ്ങനെ പുറത്താക്കണമെങ്കിൽ അത്രയും വലിയ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. സ്വയം പുറത്തുപോയ പെൺസിംഹങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും തിരികെ വരാനും കഴിയും. കാരണം പെൺസിംഹങ്ങളാണ് പ്രധാനമായും വേട്ടയാടി ആഹാരം കൊണ്ടുവരുന്നത്. അതുകൊണ്ട് കൂടുതൽ പെൺസിംഹങ്ങൾ ഉണ്ടെങ്കിൽ പ്രൈഡിന് കൂടുതൽ ആഹാരം ലഭിക്കും. വയസ്സായ പെൺസിംഹങ്ങളെ പോലും അവർ ഇത്രയും കാലം കൂട്ടത്തിന് ആഹാരം കൊണ്ടുവന്ന കാരണത്തിനാൽ സാധാരണ അവരെ പുറത്താക്കാറില്ല. പുറത്താക്കില്ലെന്ന് മാത്രമല്ല, മറ്റുള്ളവർ വേട്ടയാടി കൊണ്ടുവന്ന ആഹാരം കഴിക്കാനും അവരെ അനുവദിക്കും. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണമെന്നും ഇതുപോലെ കൗതുകവും വിജ്ഞാനവും നിറഞ്ഞ കൂടുതൽ വീഡിയോസ് കാണാനായിട്ട് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും ഓർമ്മിപ്പിക്കുന്നു.